സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നാടൻ രീതിയിൽ ഒരു ഞണ്ട് കറിയാണ്. അതിന് വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്തരച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്, കുറച്ച് പുളി കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്, കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഞണ്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു പാൻ ഞാൻ അടുപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കനോല ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ നല്ലതാണ് ഇതിന്. കനോല ഓയിലിനും മണമൊന്നുമില്ല. ഓയിലൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടു. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടു, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇതൊന്ന് മൂക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 സവാളയാണ് അരിഞ്ഞിരിക്കുന്നത്. 1.5 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി വേഗം മൂത്ത് കിട്ടും. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് കളർ മാറി വരണം, ഒരു ബ്രൗൺ നിറമാകണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം. എല്ലാം കൂടെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്യുക. ഇതിനകത്തിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് എളുപ്പം ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയൊക്കെ ഇപ്പോൾ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാബിലൊക്കെ ചേർത്ത് കൊടുക്കാം. മസാല മുഴുവൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചാറ് കൂടുതൽ വേണ്ടതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. ചാറ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിനി ഒന്ന് 15 മിനിറ്റ് ഇരുന്ന് വേവണം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോഴിത് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്കിനി തേങ്ങ വറുത്തരച്ചത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒരു തലയും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ വിതറിയിട്ടതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.